ഹലോ ഫ്രണ്ട്സ്, സോ നമ്മളുടെ മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള കാറ്റ് 2023 റിസൾട്ട്സ് ഫൈനലി ഔട്ട് ആയിരിക്കുകയാണ്. സോ ഞാനും കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആൾക്കാരുടെ റിസൾട്ട്, സ്കോർ വേഴ്സസ് പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ അധികം കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്, കുറച്ച് പേർക്ക് നല്ല ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ വിചാരിച്ചതിനേക്കാളും ഒരു 3 to 4 അല്ലെങ്കിൽ മാക്സിമം ഒരു 5% വരെ കുറവ് കിട്ടിയിട്ടുണ്ട്. 80% വിചാരിച്ച ആൾക്കാർക്ക് 75 കിട്ടിയിട്ടുണ്ട്. കൂടുതലും ആ ഒരു 28 to 35 റേഞ്ചിൽ വന്ന ആൾക്കാർ വിചാരിച്ചതിനേക്കാളും കുറച്ച് കുറവ് പെർസെൻറ്റേജ് കിട്ടിയതായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കീപ്പ് ഇൻ ദാറ്റ് അസൈഡ്. ഇനി ഇതിൽ നിന്നുള്ള ലേണിംഗ്സ് ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, കാറ്റിൽ ഓൾറെഡി വളരെ നല്ല ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ, അതായത് എന്തായാലും നിങ്ങൾ വിചാരിച്ച ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോഴ്സ്, ഇന്റർവ്യൂ കോഴ്സ് ഷുവർ ഷോട്ട് ആയിട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഡു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ GDP. അതിന് മാക്സിമം ഫോക്കസ് കൊടുക്കുക. ഇത് ഈ ഒരു സ്കോറിൽ കിട്ടാവുന്ന കോളേജ്, കാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റിൽ എന്ത് പെർസെൻറ്റേജ് കിട്ടിയാലും, ഐ മീൻ ഈവൻ ഇഫ് യു സ്കോർസ് 10% or 15% or 20%, നിങ്ങൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും, ബി സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടും. പക്ഷെ ഒരു ടിയർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ താഴെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഫീസ് കളക്ട് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങൾക്ക് ക്യാമ്പസ് തരുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. പക്ഷെ ഇവർക്കൊന്നും ടോപ്പ് റിക്രൂട്ടേഴ്സിന്, ഈവൻ ഒരു മോഡറേറ്റ് ലെവൽ റിക്രൂട്ടേഴ്സിനെ പോലും അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനെയും പ്ലേസ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് ശരിക്കും ആ ഒരു അത്രയും താഴെ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ആകെ ടോപ്പ് 6 IIMs കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും, ഇൻക്ലൂഡിംഗ് സേ ഫോർ എക്സാമ്പിൾ IMI, IMT സംസാരിക്കുന്നത്. നോ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിലേ വരുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു ടോപ്പ് 70, ടോപ്പ് 80, ടോപ്പ് 70 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ ഇന്ത്യയിൽ എടുത്ത് പറയുകയാണെങ്കിൽ അവർക്കൊന്നും തന്നെ ഈ ടോപ്പ് റിക്രൂട്ടേഴ്സിനെ, അല്ലെങ്കിൽ ഈവൻ കുഴപ്പമില്ലാത്ത റിക്രൂട്ടേഴ്സിനെ പോലും അട്രാക്ട് ചെയ്ത് ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് ദീസ് പീപ്പിൾ ആർ കളക്ടിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീസ്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സ്കോർ, നിങ്ങൾ മുറുക്കി പിടിക്കേണ്ട ഒരു സാധനം സാറ്റ് ആണ്. എനിക്ക് മനസ്സിലാവുന്നില്ല കുറെ ആൾക്കാരുടെ അടുത്ത് ഞാൻ സാറ്റിന് എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യില്ല, കാറ്റ് അത്ര നന്നായില്ല, അവർക്ക് ബി സ്കൂളിൽ തന്നെ കയറണം, എന്തുകൊണ്ട് സാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, കാറ്റിന് കിട്ടാത്തത് എങ്ങനെയാണ് സാറ്റിന് കിട്ടാന്ന് ചോദിക്കുന്നത്. ഞാൻ അടുത്ത വർഷം പ്രിപ്പയർ ചെയ്തോളാം. ഇത് ഏതുപോലെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേൾഡ് കപ്പ് ഫൈനൽ മാച്ച് നടക്കുകയാണ്, 2-1 ആണ് സ്കോർ, ഒരു ഗോളാണ് എന്റെ ടീം അടിച്ചത്. ഞാൻ പറയാണ് ഒരു 70ാമത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ 60ാമത്തെ മിനിറ്റിലോ ഇതെന്തായാലും പോയി, ഇനിയിപ്പോ നമുക്ക് അടുത്ത വേൾഡ് കപ്പ് നോക്കാം. അങ്ങനെയാണോ? 90 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടുന്ന ആ ഒരു അവസാനത്തെ വിസിൽ വരുന്നവരെ നമ്മൾ ഒരു ഗോളും കൂടെ അടിച്ച് അവിടെ കയറി, അല്ലെങ്കിൽ 2 ഗോൾ അടിച്ച് കളി ജയിക്കാനേ നോക്കത്തുള്ളൂ. സോ അതുപോലെ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിനെ നോക്കാതെ നിങ്ങൾ കാറ്റ് കഴിഞ്ഞിട്ട് പുസ്തകം പൂട്ടി വെക്കുന്നവർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു വർഷം കൊടുത്തോ കുഴപ്പമില്ല, നിങ്ങൾ സാറ്റ് കൊടുത്ത്, ഇനി നിങ്ങൾക്ക് CUTPG ടിസ്റ്റിന് താല്പര്യമുള്ളവരാണെങ്കിൽ അത് കൊടുത്ത്, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന SRCCGBO താല്പര്യമുള്ള ആളാണെങ്കിൽ അതും കൊടുത്ത്, PGDBO താല്പര്യമുള്ള ആളാണെങ്കിൽ അതും കൊടുത്ത്, എല്ലാം കഴിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം കൊടുക്കാം. നിങ്ങളുടെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം ഫോർ എ ടോപ്പ് ബി സ്കൂൾ കൊടുക്കുന്നതിനോട് ഞാൻ ഒട്ടും എഗൻസ്റ്റ് അല്ല. പക്ഷെ വെൻ യു ആർ ഹാവിംഗ് ഓപ്ഷൻസ് വിച്ച് ഈസ് ആസ് ഗുഡ് ആസ് ടോപ്പ് IIM, IIM കൽക്കട്ട, ലക്നോ ലെവലിലുള്ള XLR അവിടെ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ന്യൂ IIMസിന്റെ ലെവലിലുള്ള IMT, IMI, XIMB പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു വർഷം നിങ്ങൾ കളയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പീക്ക് 1 ഇയർ തന്നെ വേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ആ 1 ഇയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. എവിടെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മാക്സിമം എഫേർട്സ് ഇട്ടിട്ട് കിട്ടുന്നില്ല, ഒരു വർഷം കൂടെ കൊടുക്കുകയാണെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദാറ്റ് ടിയർ ആൻഡ് ദാറ്റ് ബ്രാൻഡ്, ഇറ്റ് ഡെഫിനറ്റ്ലി മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. സോ ആദ്യം എനിക്ക് പറയാനുള്ള സാറ്റിന്റെ കാര്യമാണ്, യു ഹാവ് അറൌണ്ട് 14 more days. എവറി 3 days ടേക്ക് എ ഫുൾ ലെങ്ത് മോക്ക്, ബിക്കോസ് ഇതുവരെ നിങ്ങൾ എടുത്ത എല്ലാ ടെസ്റ്റുകളും 1 അവറിന്റെ ഐ മീൻ 1 അവറിന്റെ എക്സാം, 2 അവറിന്റെ എക്സാം, 1.5 മണിക്കൂറിന്റെ എക്സാമുകളൊക്കെ ആയിരുന്നു. സ്നാപ്പ്, കാറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ സാറ്റ് എന്ന് പറയുന്നത് ഒരു 2 hour 45 minutes പ്ലസ് ഒരു 25 minutes ഉള്ള ഒരു ലോങ് ഫോർമാറ്റ് ഓഫ് എക്സാം ആണ്. സാറ്റ് ടഫ് ആണ്, അല്ലെങ്കിൽ കാറ്റിന് കിട്ടാത്തത് സാറ്റിന് കിട്ടുമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് എക്സാം ആണ്.
നിങ്ങൾ സാറ്റിന്റെ ഒരു മോക്ക് പോലും എടുത്തു നോക്കാത്ത ആൾക്കാരാണ് കാറ്റും സാറ്റും ഒരേപോലെ അല്ല, കാറ്റിന് കിട്ടാത്ത സാറ്റിന് കിട്ടുമെന്ന് ചോദിക്കുന്നത്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് അന്നയായിട്ട് ചെയ്തിട്ടുണ്ട്. 8% DLR കിട്ടിയിട്ട് 99.66% കിട്ടിയത്. വന്ദനയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ there are n number of examples out there. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കാറ്റിന് വളരെ മോശമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ സാറ്റിന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാറ്റിന് ഒരു DLR എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് സെഷൻ ഉണ്ട്. When it comes to ZAT, DLR എന്ന് പറയുന്ന സെക്ഷൻ ഇല്ല. There is another section called decision making. അതിൽ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. If you get the knack, if you do pass 10 years or 12 years previous year questions, അത് ഓപ്പൺ ആയിട്ട് വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്, ടെസ്റ്റ് ആയിട്ട്. അത് ചെയ്ത് നിങ്ങൾ അതിന്റെ ഒരു നാക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ക്വാണ്ട് ടഫ് ആണെന്ന് പറയുന്നു. ക്വാണ്ട് ടഫ് ആണെന്ന് പറയുന്നവർ ഒരു സാറ്റിന്റെ ക്വാണ്ട് പോലും ചെയ്തു നോക്കാത്ത ആൾക്കാരാണ്. കാറ്റിലെ ചെറിയ ലെങ്ത് ഉള്ള ക്വാണ്ട് ഉണ്ടാവും, പക്ഷേ വെരി കൺഫ്യൂസിങ് ആയിരിക്കും. സാറ്റിലെ ക്വാണ്ടിന്റെ ലെങ്ത് കൂടുതലാണ്, പക്ഷേ ലെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. സെക്ഷണൽ ടൈമർ ഇല്ല. നിങ്ങൾ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടാണ് അവിടെ ഉള്ളത്. When it comes to VA-RC, RCയിൽ ഒരുപാട് വായിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം VA-യിൽ കുറച്ചുകൂടെ ഫോക്കസ് സാറ്റിൽ വരുന്നുണ്ട്. സാറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഈ സാറ്റിന് കൊടുക്കാതെ ഈ ഒരു നെക്സ്റ്റ് 14-15 ഡേയ്സ് കൊടുക്കാതെ നിങ്ങൾ ഒരു വർഷം കൂടി കൊടുക്കാം എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾ ഫൈറ്റ് ഗിവ് അപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഫൈറ്റിന് നോക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ്. ഈവൻ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ 1 more year, ഐ വുഡ് സേ നിങ്ങൾ കാറ്റിന് മാത്രം ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് എ ഫൂളിഷ് മൂവ്. When you are preparing, giving it say 1 year അല്ലെങ്കിൽ എന്ത് പ്രിപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഒരു ദിവസത്തിലെ ലക്കിൽ മാത്രം അതിനെ റിസോർട്ട് ചെയ്യുന്നത് ശരിയല്ല. യു ഷുഡ് അപ്ലൈ ഫോർ വൈശാഖുമായിട്ടുള്ള വീഡിയോയിൽ വൈശാഖ് പറയുന്നുണ്ട്, ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഇറ്റ്സ് ഫൂളിഷ്നെസ്. കാരണം ആ ദിവസം സംതിങ് ക്യാൻ ഗോ റോങ്. സോ അതുകൊണ്ട് തന്നെ കാറ്റ്, സ്നാപ്പ്, എൻമാറ്റ് അല്ലെങ്കിൽ IFT, ആ സമയത്ത് IFT ഉണ്ടായിരുന്നു, മൈക്കാറ്റ്, ഇതുപോലുള്ള പോപ്പുലർ എക്സാംസ് എല്ലാം എഴുതി കഴിഞ്ഞാൽ ചില ദിവസം മോശമായാലും 1-2 ദിവസമെങ്കിലും ക്ലിക്ക് ആവും ഇഫ് യു ഹാവ് പുട്ട് ഇൻ ദി എഫേർട്ട്. സോ ദാറ്റ് ഷുഡ് ബി ദി ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് 14 days സാറ്റിന് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം സാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എനിക്ക് പറയാനുള്ളത് 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അപ്ലൈ ചെയ്തിട്ട് സാറ്റിന് പ്രിപ്പയർ ചെയ്യുക. XLRI മാത്രം വെച്ചിട്ട് സാറ്റിന് പ്രിപ്പയർ, ഇഫ് ദാറ്റ്സ് ദ ഓൺലി ടാർഗറ്റ് ദെൻ ഡെഫിനറ്റ്ലി മേക്ക് സെൻസ്. ബട്ട് ജനറലി സാറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 90% കോളേജ് XAMB ഓർ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അപ്ലൈ, XAMB ഓർ IMT ഓർ IMI ഒരെണ്ണം അപ്ലൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുടെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ ഒരെണ്ണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഇഫ് യു ആർ സീരിയസ് ദാറ്റ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ദിസ് ഇയർ, ദെൻ അപ്ലൈ ഫോർ ഓൾ 3. IMI, IMT, XAMB അപ്ലൈ ചെയ്യുക. ഏതൊക്കെ ഇപ്പോൾ ഓപ്പൺ ഉണ്ടോ അതെല്ലാം അപ്ലൈ ചെയ്യുക. XGMT അപ്ലൈ ചെയ്യുക. XGMT ക്ലോസ് ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. ആൻഡ് ദെൻ ഒരു 85 to 90% ബെന്റ്ലി, ടാപ്മി, KJ സോമയ, ഗ്രേറ്റ് ലേക്സ്, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള എല്ലാം അപ്ലൈ ചെയ്യുക. വെറുതെ സാറ്റ് എഴുതുന്നതാണെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഹാവ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് XLRI ഒരു 90% കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് IMT sort of institute, and then if you get an 85% sort of percentage, then you will have IRMA, say Goa Institute of Management, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ബാക്കപ്പ് ആയിട്ടുണ്ടാവും. സോ ഇതാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ്. കാരണം അത് ഫൈറ്റ് ചെയ്യാതെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇനി ഞാൻ ഈ വീഡിയോയിൽ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ്. അതായത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെ പേഴ്സണൽ ഉള്ളവർക്ക് കയറാമെന്നുള്ളത്. കാരണം എല്ലാവർക്കും ഈ ഒരു വർഷം കൂടെ കൊടുക്കാം എന്ന് പറയുന്ന ഒരു ബാൻഡ് എടുത്തുള്ള ആൾക്കാരായിരിക്കില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഏതെങ്കിലും ഒരു കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്ഷൻ ബി സ്കൂളിൽ കയറണമെന്നുണ്ടാവും. സോ സാറ്റിനെ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഐ വിൽ ഓൾസോ ഷോ യു കാറ്റഗറി വൈസ് ഒരു അപ്രോക്സിമേറ്റ് കട്ട് ഓഫ് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പല പേഴ്സണൽ റേഞ്ചിൽ. അതാണ് ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാക്ട് കട്ട് ഓഫ് അല്ല പറയുന്നത്. ഇപ്പം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് പറഞ്ഞാലും, ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ IIM അഹമ്മദാബാദ് തന്നെ എടുക്കുക. IIM അഹമ്മദാബാദിലെ ഒരു ജനറൽ എഞ്ചിനീയർ മെയിലിന് 99.8% വേണ്ട സ്ഥലത്ത് when it comes to say ഒരു OBC ഫീമെയിൽ നോൺ എഞ്ചിനീയറിന് ചിലപ്പോൾ 90% കിട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈവൻ എ ജനറൽ നോൺ എഞ്ചിനീയർ ഫീമെയിൽ വിത്ത് സ്റ്റെല്ലാർ പ്രൊഫൈലിന് ചിലപ്പോൾ 95% കോൾ കിട്ടിയിട്ടുണ്ടാവാം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും ഇതാണ് കേസ്. ഇപ്പൊ ഒരു ആവറേജ് പ്രൊഫൈലുള്ള ഒരാൾക്ക് ഇപ്പം സേ ഇപ്പൊ ഒരു IIM കോഴിക്കോട് ആണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പ്രൊഫൈലുള്ള ഒരു ഗേളിനാണെങ്കിൽ തന്നെ ഒരു 98% പ്ലസ് വേണ്ടി വരും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു നല്ല പ്രൊഫൈലുള്ള ഒരു നോൺ എഞ്ചിനീയർ ഫീമെയിലാണെങ്കിൽ ചിലപ്പോൾ 90% IIMKയുടെ കോള് കിട്ടാം. സോ ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ ഒരു അപ്രോക്സിമേറ്റ് കട്ട് ഓഫ് ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, ഏതൊക്കെ കോൾസ് എക്സ്പെക്ട് ചെയ്യാമെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
10th 12th ഗ്രാജുവേഷൻ, അക്കാഡമിക് ഡൈവേഴ്സിറ്റി, ജെൻഡർ ഡൈവേഴ്സിറ്റി, പിന്നെ ഇത് കൂടാതെ നിങ്ങളുടെ ടിയർ ഓഫ് യുവർ UG ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ പിന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ്, എക്സ്ട്രാ കരിക്കുലർസ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും പല സാധനങ്ങളും ഫാക്ടർ ചെയ്തിട്ട് അതിന് പല വെയിറ്റേജ് ആണ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിനുള്ളത്. ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങളുടെ തന്നെ വെയിറ്റേജ് വിൽ ബി ഡിഫറെന്റ് ഇൻ സേ IIM കോഴിക്കോട്, ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഇൻ സേ XIMB, ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഇൻ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. സോ അതുകൊണ്ട് തന്നെ ഈ കാറ്റ് എന്ന് പറയുന്ന ഒരു 40-50% വെയിറ്റേജ് വരുന്ന ഒരു കാര്യത്തിന്റെ മാത്രം സാധനം വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങൾ ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് വീഡിയോ കണ്ട് കോളേജസിനെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ±5% ഇട്ടിട്ട് നിങ്ങൾ എത്രത്തോളം അഡ്വാൻറ്റേജിലാണ് ഡിസഡ്വാൻറ്റേജിലാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം ഒരു 60% 12th 60% 10th ഒരു 60% UG എഞ്ചിനീയർ ആണ്, മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ യു ആർ എന്താ പറയാ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ള പ്രൊഫൈൽ ആണ് വെൻ ഇറ്റ് കംസ് ടു ബി സ്കൂൾ ആപ്ലിക്കേഷൻസ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സേ പറയാണ് IIM കോഴിക്കോടിന്റെ കട്ട് ഓഫ് 98% എന്ന് പറയാണ്. അപ്പം സി ഒരു 99% വേണ്ടി വരും നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് വിത്ത് സ്റ്റെല്ലാർ പ്രൊഫൈൽ, 999 പ്രൊഫൈൽ ആൻഡ് നോൺ എഞ്ചിനീയർ, 98% IMKയുടെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് 96 or 95% യു ക്യാൻ എക്സ്പെക്ട് എ കോൾ. Or if it's say IIFT or say IIM Mumbai, even if you are having a 95% you can apply. So ആ ഒരു ലോജിക്ക് ഞാൻ ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് വീഡിയോയിൽ കാണിക്കുന്ന പെർസെന്റേജിൽ യൂസ് ചെയ്യുക ആൻഡ് ടേക്ക് ആൻ ഇൻഫോം ഡിസിഷൻ. പിന്നെ ജനറൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് പൈസയുടെ ഒരു കൺസേൺ ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കോളേജസ് നിങ്ങളുടെ ഒരു പെർസെന്റേജ് ബെൽറ്റിൽ അപ്ലൈ ചെയ്തിടുക. ഇപ്പൊ നിങ്ങൾക്ക് കയറണ്ട എന്നൊക്കെ തോന്നും, പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കോളുകളൊക്കെ വരുമ്പോൾ ഇപ്പൊ പല ആൾക്കാരും എനിക്കറിയാം ഇപ്പം SPJ MDA ഒന്നും അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ. അപ്പൊ അതിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി യു മൈറ്റ് ബി ഗെറ്റിംഗ് സേ ഒരു ന്യൂ IIM ഒരു IIM റായ്പൂർ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ദെൻ എല്ലാം കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും IIM റായ്പൂറിനേക്കാൾ നല്ലത് SPJ അല്ലായിരുന്നു, SPJ ഈസ് ആസ് ഗുഡ് ആസ് IIM ഇൻഡോർ കോഴിക്കോട്. ആ സമയത്ത് നമ്മൾ SPJ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇതേപോലെയുള്ള മിസ്റ്റേക്സിന് വരുത്താതിരിക്കാൻ ഈ ഡെഡ് ലൈൻസ് മൊത്തം ട്രാക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ഒരു ഇൻഫോം ഡിസിഷൻ എടുത്ത് കുറച്ച് ചാൻസസ് എടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്തു. എക്സാക്ട് എന്റെ പ്രൊഫൈലിൽ എന്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ കോമ്പോസിറ്റ് സ്കോർ ഇട്ട് കാൽക്കുലേറ്ററിലിട്ട് അടിച്ചു നോക്കി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് അത്ര നല്ല മൂവ് അല്ല. ആൻഡ് ഓൾസോ കീപ് കപ്പിൾ ഓഫ് ബാക്കപ്പ് ഓപ്ഷൻസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി വീഡിയോ. സോ മൂവിംഗ് ഓൺ ടു ദി സെക്കൻഡ് പാർട്ട്. സോ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് കുറെ ഡാറ്റ ഈ പറയുന്ന അവിടെയുള്ള പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നൊക്കെ പൂൾ ചെയ്ത ഡാറ്റാസ് ആണ്. കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും ഡാറ്റ ശരിക്കും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. എസ്പെഷ്യലി NITs 12 NITs MBA ഉണ്ട്. എനിക്ക് പുതിയ അറിവാണ് 12 NITs ഉണ്ടെന്നുള്ളത്. എനിക്കൊരു 4-5 NITs കാര്യം അറിയുന്നുണ്ടായിരുന്നുള്ളൂ. IITs ആണെങ്കിലും ധൻബാദ്, ജോധ്പൂർ അങ്ങനെയുള്ള ഇപ്പം ഈവൻ ഗുവാഹട്ടിയിൽ വരെ MBA ഇപ്പൊ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒന്നും ഡാറ്റ പബ്ലിക്കലി അവൈലബിൾ അല്ല. കാരണം അവരങ്ങനെയാണ്, അവരെല്ലാം മാർക്കറ്റ് ചെയ്യുന്നില്ല, അവരതിന് വേണ്ടി എഫേർട്സ് ഇടുന്നില്ല, അവിടുത്തെ ഫാക്കൽറ്റീസിനുള്ള സമയം ഉണ്ടാവില്ല. ഐ ഡോണ്ട് നോ, ബട്ട് എനിവേ ഒരു അപ്രോക്സിമേറ്റ് ഡാറ്റ ആയിട്ട് എടുക്കുക. സി അഹമ്മദാബാദ് ABC IIM ABCയുടെ ഓൾറെഡി ലൈക്ക് നിങ്ങൾക്ക് അറിയാം 99.8% പ്ലസ് ഒക്കെ വേണ്ടി വരും ഒരു ജെം കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ ഇഫ് യു ആർ എ ഫീമെയിൽ കാൻഡിഡേറ്റ് ഒരു സ്റ്റെല്ലാർ പ്രൊഫൈൽ ദെൻ 98.5 കോൾ കിട്ടാം. ടോക്കിംഗ് അബൌട്ട് കോഴിക്കോട്, ഇൻഡോർ ആൻഡ് ലക്നോ അറൌണ്ട് ലൈക്ക് 97+% ആണ് ആവറേജ് പറയാം. അതിൽ കുറവും കൂടുതലും കിട്ടാം. MDA ഗുർഗാവൺ അഗൈൻ 97, 96%, 95%ലും നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് കിട്ടിയതായിട്ട് കേട്ടിട്ടുണ്ട്. DMS IIT ഡൽഹി അഗൈൻ 98%, 97, 96ലും കിട്ടിയുണ്ട്. 96ൽ കുറവാണെങ്കിൽ കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം അവിടുത്തെ സീറ്റിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ ഈ പറയുന്ന നല്ല ടോപ്പ് പെർസെന്റേജ് കിട്ടിയ കാൻഡിഡേറ്റ്സ് തന്നെ അതിൽ ടോപ്പിൽ ഫില്ലായി പോകും. കാരണം സീറ്റ് വളരെ കുറവാണ്. FMS ആണെങ്കിൽ FMSലും ഈ പറയുന്ന സീറ്റ് കുറവായതുകൊണ്ടും ROI കൂടുതലായതുകൊണ്ട് കുറെ ടോപ്പ് പെർസെന്റേജ് കിട്ടുന്ന ആൾക്കാർ അത് അപ്ലൈ ചെയ്തിട്ട് ഈവൻ അഹമ്മദാബാദ് വേണ്ടാന്നൊക്കെ വെച്ച് FMS പോകുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ട് അവിടെയും കുറച്ച് കട്ട് ഓഫ് കൂടുതലായിരിക്കും. ടോക്കിംഗ് അബൌട്ട് IIM മുംബൈ 97 എന്ന് പറയുന്നെങ്കിലും ഇതുവരെ ഞാൻ പറഞ്ഞതിലൊന്നും വലിയ റെലവൻസ് ഇല്ല. കാരണം ഇതിനൊന്നും നിങ്ങൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് IIT ബോംബെ, IIT ഡൽഹി, FMS, IIM മുംബൈ, പിന്നെ MDA ഗുർഗാവൺ കഴിഞ്ഞു. സോ യു ഹാവ് ഡോംസ് IIT മദ്രാസ്, IIFT ഡൽഹിയും കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് ഈ പറയുന്ന ലെഫ്റ്റിലെ കോളത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. സോ ഇതിൽ എനിക്ക് പറയാനുള്ളത് IIT ബോംബെ ഓൾറെഡി ഞാൻ പറഞ്ഞു 98% ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 97 പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ജെം കാൻഡിഡേറ്റ് 98+ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഡോംസ് IIT മദ്രാസ് അഗൈൻ 92% എന്ന് പറയും. 90 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അഗൈൻ ഡിസഡ്വാൻറ്റേജ് പ്രൊഫൈൽ ആണെങ്കിൽ ഒരു 95 ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇഫ് യു വോണ്ട് ടു ടേക്ക് എ ചാൻസ് ഡു അപ്ലൈ.
IIFT ഓൾറെഡി കഴിഞ്ഞു. ദെൻ IIM മുംബൈയും അറിയില്ല. IIM മുംബൈയിൽ 2 പ്രോഗ്രാം ഉണ്ട്. അവിടെ നിറ്റിയിലെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം ഇപ്പോഴും ഉണ്ട്. പക്ഷെ IIMസിന്റെ കോർ പ്രോഗ്രാം ജനറൽ മാനേജ്മെന്റ് ആയതുകൊണ്ടും നിറ്റി IIM മുംബൈ ആയതുകൊണ്ടും അവരൊരു പുതിയ പ്രോഗ്രാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് വിൽ ബി ദർ കോർ പ്രോഗ്രാം ഫ്രം നൗ ഓൺ. പക്ഷെ അവർക്കൊരു ഓപ്പറേഷൻസിന്റെ പ്രോഗ്രാം ഉണ്ട്. സോ ചിലപ്പോൾ കുറച്ച് ലോവർ കട്ട് ഓഫിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം. Now coming into IITs, the IIT Kanpur 92%, 90% ചിലപ്പോൾ കിട്ടാം if you are having great profile. IIT Roorkee 95, C again 92 അപ്ലൈ ചെയ്യാം. XIMB 88 വരെ കിട്ടിയതുണ്ട്, ബട്ട് 92, 93 ഒരു യൂഷ്വലി ഒരു ഈസി കൺവേർട്ടിന് വേണ്ടി എഴുതിയതാണ്. IIT Kharagpur again 90% ആണ് അവർ പറയുന്നത്, 92 for an easy convert or at least ഒരു probable convert. Now coming into IMT ഗാസിയാബാദ് 90% യൂഷ്വലി വേണ്ടി വരുന്നുണ്ട്. IMA ഡൽഹിയും 89 to 90 വേണ്ടി വരുന്നുണ്ട് മിനിമം. DFS, DB, DSC അഗെയിൻ സീറ്റ്സിന്റെ എണ്ണം കുറവായതുകൊണ്ടും ഹൈ RO ആയതുകൊണ്ടും നല്ല ഇൻഫ്ലോ ഉണ്ട്, നല്ല ഇടിയുണ്ട്. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് 96, 97, 98% ഒക്കെ ഉള്ള കുട്ടികൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് 90 താഴെ പോകാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. അത് 92, 93 ഇപ്പൊ കയറുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് when I talk with the student from Delhi School of Economics. Now Great Lakes Goa Institute of Management tapped me 85 to 90% എന്ന് പറയുമെങ്കിലും even if you are having 80% and a good profile, do apply. മൈക്ക 80% ആണ് പറയുന്നത്, ഈസി കൺവേർട്ട് ആണ് 85%. മൈക്കയ്ക്ക് you will have to also give an exam called MyCat. ആ മൈക്കാറ്റിന്റെ 2 മൈക്കാറ്റ് 2 തവണ സ്ലോട്ട് ഉണ്ട്. അതിൽ ഒരു മൈക്കാറ്റ് കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു. Now there is something called MyCat 2 which will be happening in February. You can still consider. ഇർമയ്ക്ക് 80 to 85%. ഇർമയും പറഞ്ഞു കഴിഞ്ഞാൽ പാഷന്റെ പുറത്ത് ഐ ഹാവ് സീൻ പീപ്പിൾ വിത്ത് 97%, 98% ഗോയിങ് ഇൻ ടു ഇർമ, ബട്ട് 85% യു ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് എ കോൾ. കൺവേർട്ട് ചെയ്യുന്നത് ഫെയർലി ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ അപ്കമിംഗ് പ്രോസസ്, ബിക്കോസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂയും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സും ഇർമയ്ക്കുണ്ട്. അഗെയിൻ ആ ഡൊമൈനിൽ ഇഷ്ടമുള്ളവർക്ക് അവിടെ പോവാം. കെ ജെ സോമയ്യ ഇർമ ഈ ടാപ്മി ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ലെവലിൽ നിന്നാണ്. പക്ഷെ ഇപ്പം കുറച്ച് താഴോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും പോയിട്ടുണ്ട്, അതിന്റെ കട്ട് ഓഫ് പോയിട്ടുണ്ട്. സോ 80% ഒക്കെ ആണെങ്കിലും യു ക്യാൻ കൺസിഡർ. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇവിടെയാണ് ഇതുവരെ ഉള്ളത് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള സാധനമായിരിക്കും, ഇനിയുള്ളതിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്. സോ ഈ പേജിലുള്ള കോളേജുകളൊക്കെ ഞാൻ ഇതുവരെ പറഞ്ഞ കോളേജിനെക്കാളും ഒരു പടി താഴെ വെക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ LBSIM, ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അത് ഓൾറെഡി ഡെഡ് ലൈൻ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇഫ് ദേ ആർ റീഓപ്പണിംഗ്, ഡു കൺസിഡർ. സോ LBSIM 80 to 85% പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കെ ജെ സോമയ്യ എന്ന് പറയുന്നത് 83% ഞാൻ പറഞ്ഞു. സോ കട്ട് ഓഫ് വൈസ് നോക്കുമ്പോൾ LBSM കൂടുതലായിട്ട് ഇവിടെ കാണും. പക്ഷേ കെ ജെ സോമയ്യ ഇസ് എ ബെറ്റർ ബി സ്കൂൾ ദാൻ LBSIM. അതുകൊണ്ടാണ് അത് മുന്നത്തെ പേജിൽ ഇട്ടത്. ഓക്കെ, സോ ഇതിനകത്ത് പറയുന്നതൊക്കെ അതിന്റെ തൊട്ട് താഴത്തെ ഒരു ലെവലിലാണ് ഞാൻ പറയുന്നത്. ഫോർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അഗെയിൻ വളരെ ലെഗസി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, പക്ഷെ ഇപ്പം ദേ ആർ നോട്ട് പെർഫോം ദാറ്റ് ഗ്രേറ്റ്. ഡൽഹിയിലാണ് അറൌണ്ട് 80-85%. സെയിം വിത്ത് LBSIM. NIBM പൂനെ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് മാനേജ്മെന്റ് ആണെന്ന് തോന്നുന്നു, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏതാണ്ട് 15 lakhs ആവറേജ് പാക്കേജ് വരുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബാങ്കിങ്, ഫിനാൻസ്, then you can consider that even 80%. IIFM is forest management, Bhopal, government institute ആണ്. At 80% you can actually consider. Even at 75% you can still consider. BIMTech Noida, LIBA, ഒക്കെ IMT ഹൈദരാബാദ്, IMI ഭുവനേശ്വർ, നിർമ്മ, സോയിൽ, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു 75 to 80% അല്ലെങ്കിൽ ഈവൻ 70% അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. നിർമ്മയും സോയിലും ഞാൻ ഈ ക്രൈസിസ്, സൈമും, ബിസ്പിലാനിയുടെ ഒക്കെ മുകളിൽ പ്ലേസ് ചെയ്യും. കാരണം ഈവൻ ദോ ദേ ആർ ന്യൂ, സോയിലൊക്കെ പുതിയതാണെങ്കിൽ പോലും സോയിലിനൊക്കെ ഗുർഗാവിന്റെ ഒരു ലൊക്കേഷൻ അഡ്വാൻറ്റേജും കുറച്ച് അത്യാവശ്യം നല്ല വർക്ക് അവർ ചെയ്യുന്നുണ്ട്. ദെൻ കംസ് സൈം, ബിറ്റ്സ്പിലാനി. സോ സൈം, ബിറ്റ്സ്പിലാനി ഒക്കെ ശരിക്കും ഒരു 65% നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൈമ ബാംഗ്ലൂരൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷെ അവരൊന്നും എല്ലാരെയും പ്ലേസ് ആക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഐ മീൻ ഒരു 80% ഓഫ് ദി ബാച്ച് ഒക്കെ നല്ലോണം പ്ലേസ് ആവുന്നു. ടോപ്പ് 10-20% നല്ല രീതിയിൽ പ്ലേസ് ആവുന്നുണ്ട്. സോ പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ കുറച്ച് തരക്കേടില്ലാത്ത ബി സ്കൂൾസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അലയൻസ് ബിസിനസ് സ്കൂൾ ആണ് ഞാൻ ഏറ്റവും താഴെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഗ്രേറ്റ് ലേക്സ് ഗുർഗാവ് ഉണ്ട്. ഗ്രേറ്റ് ലേക്സിന് ഒരു ബ്രാൻഡ് ഉണ്ട്. സോ യു ക്യാൻ കൺസിഡർ 75. NIA എന്ന് പറയുന്നത് നാഷണൽ ഇൻഷുറൻസ് അക്കാഡമി ആണ്. സോ അതും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അറ്റ് 75% or even 70% യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇനി എനിക്ക് പറയാനുള്ളത് IITസിനെ കുറിച്ചാണ്. ഓക്കെ, സോ IITസിനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി ടോപ്പ് IITസിനെ കുറിച്ച് അല്ലെങ്കിൽ MBA കുറച്ച് നാൾ നടത്തി MBA കുറച്ച് അലൂമിനിയസിനെയൊക്കെ ഇറക്കി
അവിടെ ഒരു MBA ഉണ്ട് എന്ന് നാട്ടുകാർക്ക് അറിയാവുന്ന IITs ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ ഈ IITs അല്ലെങ്കിൽ NITs പഠിച്ചാലുള്ള ഗുണം ഞാൻ പറഞ്ഞു. ഒന്ന്, IITs NITs അത്യാവശ്യം നല്ല ക്യാമ്പസ് ഉണ്ടാവും. IITs ആൻഡ് NITs പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്. IITs ആൻഡ് NITs അവിടെ പോയി പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഡൗൺ സൈഡ് പറയുകയാണെങ്കിൽ ഇവരൊന്നും MBA പ്രോഗ്രാം നോൺ അല്ല. MBAക്ക് ടോപ്പ് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഫേർട്സ്, ഇപ്പം എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാൻ പറ്റും. കാരണം എന്റെ എന്റെ ഫാദർ NIT കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ NIT ഒരു സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പം ഐ ക്യാൻ സീ, അതായത് ഇത് പറഞ്ഞു കേട്ടതൊന്നും അല്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കംപ്ലീറ്റ് റണ്ണിങ്ങിനുള്ള ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ടെക് പ്രോഗ്രാംസിനും അവരുടെ BTech പ്രോഗ്രാംസിനും MTech പ്രോഗ്രാംസിനും PhD പ്രോഗ്രാംസിനും ആയിരിക്കും. അപ്പൊ MBA എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അത്ര എഫേർട്ട് ഇടാനുള്ള ആൾക്കാർ അവിടെ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതായിരിക്കും ഞാൻ ഈ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും പ്രശ്നം. ഒരു കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ഒതുങ്ങി കൂടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ IIT ധൻബാദ്, ജോധ്പൂർ, ഗുവാഹട്ടി കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. സോ വി ഡോണ്ട് നോ, ലൈക്ക് അറൌണ്ട് 70% യു ക്യാൻ അപ്ലൈ. NIT ട്രിച്ചി, വാറങ്കൽ, NITs ട്രിച്ചി, വാറങ്കൽ ആൻഡ് സൂറത്കൽ. ട്രിച്ചി ആൻഡ് സൂറത്കൽ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ NITs റെക്കമെൻഡ് ചെയ്യുക. അതിന്റെ താഴെ ഞാൻ വാറങ്കൽ ഇത് ചെയ്യും. പിന്നെ ബാക്കി ഈ കാലിക്കറ്റ്, ദുർഗാപൂർ, ജയ്പൂർ, ബാക്കിയുള്ള ജലന്ധർ ഒക്കെ വെരി ആവറേജ് ആണെന്ന് പറയാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു കാര്യം, ഫീസ് വളരെ കുറവാണ്. അത്യാവശ്യം പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇഫ് യു ആസ്ക് മീ, ഒരു IIT ധൻബാദിൽ പോണോ അതോ ടാബ്മിയിൽ പോണോ വെച്ചാൽ എനി ഡേ എനി ടൈം ഐ വുഡ് സേ ടാബ്മിൽ പോകും. IIT ജോധ്പൂരിൽ പോണോ, KG സോമയിൽ പോണോ, KG സോമയിൽ പോകും. കാരണം അതെല്ലാം B സ്കൂളാണ്. IIT എന്ന് പറയുന്ന ബ്രാൻഡ് ഉള്ളത് കൊണ്ട് ഒരു B സ്കൂളിന്റെ റിഗറും അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, KG സോമയ്യ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്കൂളാണ്. അപ്പൊ അവിടെയുള്ള മാനേജ്മെന്റ് ഡെയിലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇവിടുത്തെ ബിസിനസ് പ്രോഗ്രാം ബെറ്റർ ചെയ്യാന്നുള്ളതാണ്, അല്ലെ? അപ്പം പക്ഷെ ഒരു NIT ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല രാവിലെ അവരുടെ ഒരു ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് നമ്മളെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അടിപൊളിയാക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളൊരു ഡിസ്കഷൻ അധികം ആരും ഇടും എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോ ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം കൺസിഡർ ചെയ്യുക. പക്ഷെ ഇഫ് യു വോണ്ട് ടു ഡു, ഒരു അധികം പൈസയുടെ റിസ്ക് എടുക്കാതെ ഒരു MBA ചെയ്യണം. ഒരു 2 വർഷം ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാമ്പസിൽ പോകണം. എന്നിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു ഒരു ജോലിയിൽ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ പയ്യെ ബിൽഡ് ചെയ്തെടുക്കാം. നൗ ഐ നീഡ് എ ബ്രേക്ക് ഫോർ 2 years ഇൻ എ ക്യാമ്പസ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഇൻ. റിഗർ കുറവായിരിക്കും, ബട്ട് ദെൻ സ്റ്റിൽ യു ക്യാൻ ഓഫർ ഇറ്റ്. ഇനി അടുത്ത OBC EWS കാറ്റഗറി. OBC EWS ഒരുമിച്ചാണ് എടുത്തത്, കാരണം ഓൾമോസ്റ്റ് സെയിം കട്ട് ഓഫ് ആണ് പൊതുവെ വരാറുള്ളത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഓൾറെഡി അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട ഒക്കെ 97, 95, 96. കോഴിക്കോട്, ഇൻഡോർ, ലക്നോ ഒക്കെ 87 എന്ന് എഴുതി. 87 കൺവേർട്ട് ചെയ്തവരുണ്ട്. 87 കിട്ടാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ, അല്ലെങ്കിൽ 90, 92, 93. 92 ഉണ്ടായിട്ട് ഒരു ഫീമെയിൽ OBC കാൻഡിഡേറ്റ് കോഴിക്കോട്, ഇൻഡോർ, ഈവൻ ന്യൂ IIMs പോലും കൺവേർട്ട് ചെയ്യാത്ത ഒരു കുട്ടിയെ എനിക്കറിയാം. ഷീ ഗോട്ട് ഇൻ ടു എ ബേബി IIM. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ 87 കിട്ടിയവരുണ്ട്, കോള് കിട്ടിയിട്ട് GDPA പ്രിപ്പയർ ചെയ്ത് കൺവേർട്ട് ചെയ്തവരുണ്ട്. സോ അതുകൊണ്ടാണ് അതവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. IIT ഡൽഹി 93%. അത് കൂടുതൽ വരാനാണ് ചാൻസ്. കാരണം ഈ IITs പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ ബാച്ച് സൈസ് കുറവാകുമ്പോൾ, ഒരു കോളേജിൽ 100 ബാച്ച് സൈസ് ഉള്ളൂ. അവിടെ 27 സീറ്റ് OBC, പിന്നെ SCക്ക് 15 സീറ്റ് ആൻഡ് STക്ക് 8 സീറ്റ്. അങ്ങനെ പോയി പിന്നെ ജനറൽ EWS ഒരു എത്ര ശതമാനം സീറ്റും പോകുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോളേജസിലൊക്കെ അത്യാവശ്യം നല്ല, ഇപ്പം IIT ഡൽഹി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല B സ്കൂളാണ്. ഫീസ് ROI വൈസ് നല്ലതാണ്. അതുകൊണ്ട് നല്ല പെർസെന്റേജ് കിട്ടിയ 98, 99 കിട്ടിയ OBCക്കാരും ഇതിന് അപ്ലൈ ചെയ്യും. അപ്പൊ അവരായിരിക്കും ഈ OBCയുടെ സീറ്റ്സ് ഫില്ല് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മാർക്ക് കുറഞ്ഞ OBCക്കാർക്ക് സീറ്റ് കുറവുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പൊതുവെ സാധ്യത കുറവാണ്. ഇൻ ദ സെൻസ് ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ നിങ്ങളുടെ ജനറൽ കട്ട് ഓഫ് ആൻഡ് OBC കട്ട് ഓഫ്, അല്ലെങ്കിൽ SC കട്ട് ഓഫ്, ST കട്ട് ഓഫ് എന്ന് പറയുന്നത്, SC ST വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ഡ്രോപ്പ് ആവുന്നുണ്ട്. പക്ഷെ ജനറൽ ആൻഡ് OBC EWS വളരെ കുറവായിരിക്കും. ഇപ്പൊ ടിസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുക. ടിസ്സിൽ ജനറലും OBCയും തമ്മിലുള്ള ഒരു വേരിയേഷൻ ഭയങ്കര കുറവാണ്. കാരണം അത്ര അധികം ആൾക്കാർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ OBCക്കാരും അതിനകത്ത് പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങി ജനറലിന്റെ അതേ മാർക്കുകൾ വാങ്ങിയിട്ട് അവിടെ കയറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇഫ് യു ഗോ ടു ഡോംസ്, IIT മദ്രാസ് അഗൈൻ 88%. 90 വേണ്ടി വരും, പക്ഷേ 88 ഇഫ് യു ആർ ഹാവിംഗ് എ ഗുഡ് പ്രൊഫൈൽ. IIFT നമുക്ക് അറിയില്ല, പക്ഷെ ന്യൂ IIMsന്റെ ലെവലാണ്. ചിലപ്പോൾ 85 ഒക്കെ കോള് കിട്ടാം, പക്ഷെ 90 ആണ് ഒരു സേഫ് ഇതായിട്ട് എഴുതിയിരിക്കുന്നത്, സേഫ് സ്കോർ ആയിട്ട്. IIM ഷില്ലോങ് അഗൈൻ കാറ്റിന് വെയിറ്റേജ്, IIM ഷില്ലോങ്ങിൽ കാറ്റ് കുറച്ച് അധികം
സ്കോർ ഉണ്ടെങ്കിൽ അവിടെ കിട്ടാറുള്ളൂ. സോ 93 ഈവൻ ഒരു ഇൻഡോർ കോഴിക്കോട് 87 കിട്ടിയാലും ഷില്ലോങ്ങിൽ കോൾ കിട്ടാറില്ല പൊതുവെ ആൾക്കാർക്ക് ഞാൻ കണ്ടുവരുന്നത്. IIT കാൺപൂർ റൂർക്കി അറ്റ് അറൌണ്ട് 88-90. സോ യൂഷ്വലി IITs ഒരു 90% ആണ് OBC ആണെങ്കിലും വേണ്ടി വരിക. അതാണ് ഇൻ ഷോർട്ട്. DFS, DB, DSC ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 30,000 രൂപ മാത്രം ഫീസുള്ള കോളേജുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെയും 85-86% കൺവേർട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ കോമ്പറ്റീഷൻ നല്ല കൂടിയിട്ടുണ്ട്. കാരണം അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ NIT-യെക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള പലതിനേക്കാളും ഈ പറയുന്ന കോളേജ് പ്രിഫർ ചെയ്യും. എഗെയിൻ ഞാൻ ആക്കിലുമായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ FMSന്റെ അതേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വളരെ കുറഞ്ഞ ചെലവിൽ 2 വർഷം കുഴപ്പമില്ലാത്ത നല്ലൊരു MBA ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. സോ ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് NIBM നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് മാനേജ്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 75% എന്ന് പറഞ്ഞെങ്കിൽ ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് 65 നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. IAFM ഈവൻ ഇഫ് യു ആർ 60 അപ്ലൈ ചെയ്തോ. NIA നാഷണൽ ഇൻഷുറൻസ് ഏജൻസി ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് 60 അപ്ലൈ ചെയ്തോ. ധൻബാദ്, ജോധ്പൂർ, ഗുവാഹട്ടി. സോ ജോധ്പൂർ, ധൻബാദ് ഒക്കെ ഒരു 70s ധൻബാദ് അപ്ലൈ ചെയ്യാം. ജോധ്പൂറും ഒരു 75-65 അപ്ലൈ ചെയ്യാം. NIT ട്രിച്ചി, വാറങ്കലൊക്കെ ഒരു 70% ആണ്. ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് ലെസർ ഡു അപ്ലൈ. കാലിക്കറ്റ്, സൂറത്കൽ, റൗർക്കല എനിക്ക് തോന്നുന്നു നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്താലും കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം അവിടെ സീറ്റ്സ് അങ്ങനെ ഫില്ല് ആവുന്നില്ല. സോ ഇഫ് യു ആർ ഹാവിംഗ് കുഴപ്പമില്ലാത്തൊരു ഒരു പേഴ്സണേജ് എബോവ് 50 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു. ഈവൻ 45 ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നൗ കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് പേജ്, SC, ST ആൻഡ് PWD. ഈ SC, ST, PWD ഒരേ ഒരു ഇതിൽ കൊണ്ടുവരാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ നല്ല വേരിയേഷൻ ഉണ്ട്. SCക്കാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വേണ്ടി വരിക. പിന്നെ ST, പിന്നെ PWDക്കാണ് ഏറ്റവും കട്ട് ഓഫ് കുറവുള്ളത്. പക്ഷെ ഇതിന്റെ ഡാറ്റ വളരെ കുറച്ച് അവൈലബിൾ ഉള്ളൂ. ഞാൻ ഇതിന്റെ മുകളിൽ നല്ലൊരു റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മേ ബി ഒരുപാട് റിസർച്ച് കാറ്റഗറി സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേഷൻ നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ഫാക്കൽറ്റീസ് ഒന്നും ഈ പറയുന്ന കാറ്റഗറീസിൽ നിന്ന് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് എത്തിപ്പെടാത്തതിന്റെ റൈറ്റ്ലി ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന്റെ റിസൾട്ട് ആയിട്ടായിരിക്കണം ഇതിന്റെ ഡാറ്റ തന്നെ ഇന്റർനെറ്റിൽ കറക്റ്റ് ആയിട്ട് അവൈലബിൾ അല്ലാത്ത. അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവില്ല. ഈ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു ലെവലിൽ എത്തിപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇന്റർനെറ്റിൽ അത്രയും ഡാറ്റ കുറവുള്ളത്. എനിവേ കുറച്ച് റിസർച്ച് ചെയ്യാൻ പറ്റിയപ്പം അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ടയ്ക്ക് ഒരു 85%, അറ്റ് കോഴിക്കോട് 75 ഫോർ PWD കാൻഡിഡേറ്റ്സ് ഈവൻ അറ്റ് ലൈക്ക് ഒരു 65-70% കിട്ടുന്നുണ്ട്. സിമിലർലി ഫോർ ലക്നോ ആൻഡ് IIM ഇൻഡോർ ആൻഡ് ലക്നോ ആസ് വെൽ. IIT ഡൽഹി ഒക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റ് കുറവുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് DFS, DB, DSC അറൌണ്ട് ഈ പറയുന്ന ഒരു 80% വേണ്ടി വരുന്നുണ്ട്. PWD, ST ആണെങ്കിൽ ഒരു 70% ഒക്കെ വേണ്ടി വരുന്നുണ്ട്. ബട്ട് ഡു ട്രൈ അപ്ലൈ. നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമുള്ള കോളേജ് ആണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ ബാക്കിയുള്ള പ്രൈവറ്റ് കോളേജിലൊക്കെ അപ്ലൈ ചെയ്യാം. അതില് റിസർവേഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ അവരുടെ ആക്ച്വൽ കട്ട് ഓഫ്, ആ കട്ട് ഓഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. സൂറത്തല്ല. പിന്നെ ഈ NITs ഒക്കെ നിങ്ങൾക്ക് ഇപ്പം ഇഫ് യു ആർ ബിലോങ്ങിങ് ടു SC, ST, PWD കാൻഡിഡേറ്റ്സ് വെറുതെ അപ്ലൈ ചെയ്തോ. ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് സേ അബൌവ് 40%, യു വിൽ മേക്ക് ഇറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. ധൻബാദ്, ജോധ്പൂർ, ഗുവാഹട്ടി ഒക്കെ ആ ഒരു NITയുടെ കാറ്റഗറി തന്നെ കൂട്ടാൻ പറ്റും. NIA, Pune, even at 50% you can apply and get in. IAFM, if you are interested in forest management, again you can access. സോ എന്റെ ഒരു ചെറിയൊരു എഫേർട്ട് ആണ് ഈ ഒരു സാധനം കൊണ്ടുവരാൻ. അപ്പൊ ഇതിന്റെയൊക്കെ ഡെഡ് ലൈൻസ് നോട്ട് ചെയ്തിട്ട് എന്തൊക്കെ ഡെഡ് ലൈൻസ് ബാക്കിയുണ്ടോ അതെല്ലാം അപ്ലൈ ചെയ്തോ. ഇഫ് യു ബാഡ്ലി വോണ്ട് ടു ഗെറ്റ് ഇൻ ദിസ് ഇയർ നിങ്ങൾ അത് ചെയ്യുക. പക്ഷെ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഇഫ് യു ആർ ഹാവിംഗ് സേ ഒരു സാറ്റിന് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ സാറ്റിന് ഒരു ഫുൾ ഷോട്ട് കൊടുക്കുക. ഈ കാറ്റഗറിയിൽ നിന്ന് കോളേജ് അപ്ലൈ ചെയ്തോ ബാക്കപ്പ് ആയിട്ട്. പക്ഷെ ഈ ഒരു കാറ്റഗറിയിൽ നിന്നും കുറച്ച് കോളേജ് 2-3 കോളേജ് അപ്ലൈ ചെയ്തിട്ട് പല കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ട് സാറ്റിന് ഒരു ഫുൾ ഷോട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു റിസൾട്ടും കൂടെ വന്നതിന് ശേഷം യു ക്യാൻ ഡിസൈഡ് ഏത് കോളേജിൽ പോകണം. അതെല്ലാം വെയിറ്റ് ചെയ്ത് നോക്കി വേണമെന്നുണ്ടെങ്കിൽ 1 വർഷം കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വർഷം കിട്ടാവുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കയറാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ഐ ബി സൂൺ കമ്മിങ് അപ്പ് വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഓൺ GDPA വാറ്റ് പ്രിപ്പറേഷൻ ആൻഡ് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.